ഹലോ ഗേസ്, എന്താ വർത്താനം? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഫുഡെന്ന്. അപ്പോൾ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് ഈ കാണുന്നത്. 2 വലിയ ഉള്ളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഒരു ക്യൂബ് കേട്ടോ, മാഗി ക്യൂബ്. പിന്നെ നമ്മൾ ബീഫാണ് എടുത്തിട്ടുള്ളത്, അതായത് 3.5 കിലോ ബീഫ് എടുത്തു കേട്ടോ. അതുപോലെ നമ്മൾ അജ്മിയുടെ 900 ഗ്രാമിൻ്റെ ഒരു 5 പാക്ക് കപ്പൻ്റെ പാക്ക് എടുത്തു കേട്ടോ. അതായത് ഫ്രോസൺ കപ്പാണ്. 900 ഗ്രാമിൻ്റെ അജ്മിയുടെ 5 പാക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടോ. ഇതൊക്കെ കുക്ക് ചെയ്യണത് നമ്മളല്ല കേട്ടോ, അതായത് നമ്മളൊരു കമ്പനിക്കാരനാണ്. ഉള്ളിയൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ്, ഇതാണ് ആള്. ഷബീബ് എന്നാണ് ആള്. ഷബീബ് എന്നാണ് പേര്. നമ്മൾ മാനു എന്നാണ് വിളിക്കുക. ആള് വിചാരിച്ച മാതിരിയല്ല, കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇവന് കഴിഞ്ഞിട്ടുള്ളൂ. വേറെ ആൾ കിട്ടും നമ്മളെ റൂമിൽ. ഫുഡ് അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയല്ല. നമ്മൾ നാട്ടിലൊക്കെ ഇമ്മാരുണ്ടാക്കിയ ഫുഡ് എങ്ങനെ എടുക്കും, നല്ല അടിപൊളി ടേസ്റ്റല്ല. അങ്ങനെ ഉണ്ടാക്കി അതേ സിസ്റ്റമാണ് ഇവിടെ. ഇപ്പോൾ കുക്കിങ്ങിൽ ഇവൻ കഴിഞ്ഞിട്ടുള്ളൂ. വേറെ ആൾട്ടോ നല്ല ടേസ്റ്റാണ്. ബിരിയാണി ആയാലും എന്ത് വെച്ചാലും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കട്ടൻ ചായ പോലും വെച്ചാൽ അതിൻ്റേതായ കറക്റ്റ് രുചി വരില്ല. അതാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവൻ മിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്ക് വെറൈറ്റി ഫുഡ് ഇവന് ഉണ്ടാക്കി തരും കേട്ടോ. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഫുഡ് നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കി തരും. നമ്മൾ മാനു എന്നാണ് വിളിക്കുക. എല്ലാവരും അങ്ങനെ തന്നെ മാനു എന്നാണ് വിളിക്കുക. അപ്പോൾ ഓന് സവാളൊക്കെ നന്നായിട്ട് എല്ലാവരും സവാളൊക്കെ അരിഞ്ഞ്, അതുപോലെ വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ്, നമ്മളെ ബീഫ് കഴുകി വൃത്തിയാക്കിയ ബീഫും നന്നായിട്ട് അരിഞ്ഞിട്ടോ. അങ്ങനെ അരിഞ്ഞ ബീഫ് നമ്മൾ എന്താക്കി, കഴുകി എടുത്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ച്. 3.5 കിലോ ബീഫാണ് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ബോണും ഉണ്ട്, ബീഫും ബോൺലെസ്സും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച്, ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്ന് ചങ്ങായി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന്, ബേക്കറി ഐറ്റംസ്, അതായത് ഈ ചിപ്സ് കാര്യങ്ങൾ, അതേപോലെ അച്ചാർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ടേബിളിൽ വെച്ച്. പിന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിങ്ങനെ കഴിച്ചുകൊണ്ടുവന്നു കേട്ടോ. കുറച്ചൊരു 5 മിനിറ്റോളം ഇങ്ങനെ എല്ലാവരും കൂടി അത് കഴിച്ചുകൊണ്ടുവന്ന്, കുക്കിങ്ങോട്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് അതിങ്ങനെ കഴിച്ചുകൊണ്ടുവന്നു കേട്ടോ. എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അപ്പോൾ ഇത് പച്ചമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടാണ്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങുക. അതായത് ബീഫ് ഫസ്റ്റ് കുക്കറിൽ നമ്മൾ 2 പ്രാവശ്യം 2 ട്രിപ്പിലാണ് ഇട്ടിട്ടുള്ളത്. കുക്കറിൽ ഫുള്ളായിട്ട് കൊള്ളൂല. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഇട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടങ്ങൾ കുറച്ച് ഉപ്പ്, അതേപോലെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ മീറ്റ് മസാല, കുറച്ച് മീറ്റ് മസാല ഇട്ട്, ബീഫ് മസാല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിൽ കൊടുത്ത്, പിന്നെ മുളക് പൊടി കുറച്ചെടുത്ത്, അതേപോലെ ഗരം മസാല ഇട്ട്, കുറച്ച് ജീരകം ഇട്ടണം കേട്ടോ. പെരുംജീരകം കുറച്ച് ഇട്ടണം. നമ്മൾ അരിഞ്ഞ് വെച്ച മറ്റേ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, മുളകൊക്കെ അരച്ച അതും കുറച്ചിട്ട്, അതേപോലെ കുറച്ച് സവാള അരിഞ്ഞതിട്ട്, പിന്നെ ഒക്കെ പാടെ മിക്സ് ആക്കാണ് ഇനി വേണ്ടത്. അതേപോലെ ക്യൂബ് ഉണ്ടല്ലോ, ആ ക്യൂബ് നേരത്തെ വെച്ചാൽ ആ ക്യൂബ് നമ്മൾ
പൊട്ടിച്ചിട്ടു കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. വേപ്പിലോട്ട് കരിവേപ്പിലും അതേപോലെ മല്ലിച്ചപ്പും ഒക്കെ അരിഞ്ഞിട്ട് കേട്ടോ. മസാലകൾ ഇത്ര തന്നെ ഉള്ളൂ, അതായത് പൊടികൾ അതേപോലെ മല്ലിച്ചപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. 2 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലൊരു 9 വിസിലോളം അടിച്ചിട്ടോ. 9 വിസിലടിച്ച് നമ്മൾ എടുത്ത് നോക്കി നല്ല പാകത്തെ വേവായിരുന്നു കേട്ടോ. ബീഫ് നല്ല വെന്ത് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തോന്നി നല്ല വെന്തെന്ന് കേട്ടോ. നമുക്ക് കുറച്ച് തേങ്ങ വറുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമുക്ക് വെന്തതിന് ശേഷം മിക്സാക്കാൻ, കപ്പയിൽ മിക്സാക്കാൻ തേങ്ങ വറുത്തത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ തേങ്ങ ഒക്കെ വറുത്ത് എണ്ണയിൽ തേങ്ങ വറുത്തെടുക്കുകയാണ്. അതുപോലെ വേപ്പിലും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത്. അപ്പോൾ തേങ്ങ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമുക്കിനി കപ്പ ഒന്ന് കഴുകിയെടുക്കാം. അതായത് ഫ്രോസൺ കപ്പ തന്നെ ആയതുകൊണ്ട് നമുക്ക് കട്ട് പീസാണ് വരികയാണ്. നല്ല സുഖം, തോലൊളിക്കുക അങ്ങനത്തെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. ഫ്രോസൺ കപ്പൻ്റെ ഉപകാരം വെച്ചാൽ അതാണ്, ഡയറക്റ്റ് പാക്കറ്റ് ഓപ്പൺ ആക്കി ചെമ്പക്കിട്ട് എല്ലാം വാഷ് ചെയ്തെടുത്താൽ മതി. 3 വട്ടം നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തു കേട്ടോ. നല്ല പോണ വാഷ് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് പാകത്തെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ പാകത്ത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് അരമണിക്കൂർ വേവിച്ചെടുക്കട്ടോ. നമ്മളിത് കുക്ക് ചെയ്യണ നമ്മളെ മാനുവാണ്. കുക്കിൻ്റെ കാര്യത്തിൽ മൂപ്പര് ആളൊരു ഭീകരൻ തന്നെ കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ സംശയമില്ല. അതാണ് ആൾ വിചാരിച്ച മാതിരി ഒന്നുമല്ല, ഭയങ്കര കുക്കിംഗ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് കേട്ടോ. അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല, അമ്മാതിരി ഫീലാണ് എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ഏകദേശം അങ്ങനെ കപ്പ ഏകദേശം വെന്തിട്ടോ. നമ്മൾ ഊറ്റിയെടുക്കുകയാണ്. അതായത് നമ്മൾ റൈസ് ഊറ്റണ പാത്രത്തിൽ തന്നെയാണ് ഊറ്റിയെടുക്കുന്നത്. കപ്പ നല്ല ചൂടാണ് കേട്ടോ. ഇല്ല പാത്രം പിടിക്കാൻ വയ്യ, അമ്മാതിരി ചൂടാണ്. കപ്പൊക്കെ പാകത്തെ വേവാണ്. ഇത് നമുക്ക് ഇനി ഉടച്ചെടുക്കണം കേട്ടോ. അതായത് പാത്രത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. നല്ല ഉടച്ച് പൊടി പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഒരു പീസ് പോലും ഉണ്ടാകാതെ അതേപോലെ എല്ലാം ഉടച്ച് ഇതേ പരുവത്തിലാക്കണം. ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെന്ത ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ബീഫും കപ്പയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ആഴ്ചയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ബിരിയാണി ആയിട്ടോ അല്ലെങ്കിൽ മന്തി ആയിട്ടോ, അതേപോലെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ വറുത്തെടുത്ത റോസ്റ്റ് ചെയ്ത നമ്മളെ കോക്കനട്ട് കേട്ടോ, തേങ്ങ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ മുകളിൽ പാകത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അതായത് റൂമും മൊത്തം ഹോളും എല്ലായിടത്തും ഈ സ്മെല്ല് തന്നെയാണ്. നല്ല സ്മെല്ലടിക്കണ്. പിന്നെ അവസാനം നമ്മളെ കുറച്ച് സവാളയും അതേപോലെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് മുകളിലൊക്കെ ഇട്ട് ഒന്ന് ആവിയിലൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് പിന്നെ എടുത്ത് നോക്കിയ സംഭവം സെറ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കാൻ തയ്യാറായിട്ടോ. എല്ലാവരും കഴിക്കാൻ ഇരിക്കുകയാണ്. അതേപോലെ എല്ലാവരും ഉണ്ട്, ചെക്കന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഫുഡ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ പറയണ്ടല്ലോ, എല്ലാ കമ്പനിക്കാരെല്ലാവരും നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ കഴിച്ചിട്ടോ.
അപ്പോൾ ചങ്കളെ പറയാൻ എന്താ വെച്ചാൽ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ബെല്ലൈക്കൺ അമർത്തുക. എന്നാലാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുള്ളൂ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോകളാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ. ഓക്കെ, ടാറ്റാ.